അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലൂസരിയുടെ മൂന്നാമത്തെ പാഠത്തിന്റെ ബാക്കി ഭാഗമാണ്. പാഠത്തിന്റെ പേര് തിരുക്കുറളാണ്. നമുക്കതിന്റെ ബാക്കി പഠിക്കാം. तिरुवल्लुर के बारे में कई रोचक कहानियां प्रचलित हैं। लोग उनको बहुत मानते थे, इसलिए कोई न कोई समस्या लेकर लोग उनके पास जाते थे। तिरुवल्लुवर उनका समाधान अपने आचरण से कई दृष्टांत देख कर देते थे। एक दिन एक युवक उनके पास आया। उसने पूछा, कृपया यह बताइए कि पत्नी का होना अच्छा है या न होना। उन्होंने युवक से कुछ देर वहीं रुकने को कहा। कुछ देर बाद दोनों नाश्ता करने बैठे। तिरुवल्लुर की पत्नी ने रात के ठंडे चावल उनके आगे परोसे। उसी समय तिरुवल्लुर ने ऊंचे स्वर में कहा, वासुकी, ये चावल बहुत गर्म है। बिना कुछ कहे पत्नी वहां बैठ गई और पंखा चलाकर चावल को ठंडा करने लगी। इसी प्रकार दोपहर को इस अतिथि के साथ भोजन करते हुए तिरुवल्लुर ने पत्नी को बुलाकर कहा, इतनी रात हो गई, तुमने क्यों दिया नहीं जलाया? वासुकी ने दीप जलाकर उनके पास रख दिया। अब युवक बोला, महात्मन, मुझे अपने प्रश्न का उत्तर मिल गया। इसमें संदेह नहीं कि पत्नी का होना उसके न होने से अच्छा है, अगर वह आपकी पत्नी के समान आज्ञाकारिणी हो। तिरुकुरल की यही विशेषता है कि जीवन की हर परिस्थिति के लिए उसमें श्रेष्ठ एवं व्यावहारिक उपदेश दिए गए हैं। तमिलनाडु की जनता तिरुकुरल का बड़ा सम्मान करती है। ഇനി നമുക്ക് ഓരോ ലൈനായിട്ട് വായിച്ച് അതിന്റെ അർത്ഥം നോക്കാം. തിരുവള്ളൂർ के बारे में कई रोचक कहानियां प्रचलित हैं. തിരുവള്ളൂരിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ലോഗ് ഉൻകോ ബഹുത്ത് മാനത്തെ थे. ആളുകള് അദ്ദേഹത്തെ ഒരുപാട് അംഗീകരിച്ചിരുന്നു. इसलिए कोई न कोई समस्या लेकर लोग उनके पास जाते थे. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആളുകള് അദ്ദേഹത്തെ കാണാനായിട്ട് പോയിരുന്നു. तिरुवल्लुवर उनका समाधान अपने आचरण से दृष्टांत रख कर देते थे. തിരുവള്ളൂർ അതിനുള്ള പരിഹാരം അദ്ദേഹത്തിന്റെ ഉദാഹരണം സഹിതം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. एक दिन एक युवक उनके पास आया. ഒരു ദിവസം ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. उसने पूछा, कृपया यह बताइए कि पत्नी का होना अच्छा है या न होना. അയാൾ ചോദിച്ചു, ദയവായി ഇത് പറഞ്ഞു തരണം, ഭാര്യ ഉള്ളതാണോ നല്ലത് അതോ ഇല്ലാത്തതാണോ? उन्होंने युवक से कुछ देर वहीं रुकने को कहा. അദ്ദേഹം യുവാവിനോട് കുറച്ചു സമയം അവിടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. കുച്ച് ദേർ ബാദ് ദോനോ നാസ്ത കർണേ ബൈഠേ. കുറച്ചു സമയത്തിന് ശേഷം രണ്ടുപേരും പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. തിരുവള്ളൂർ की पत्नी ने रात के ठंडे चावल उनके आगे परोसे. ആ സമയത്ത് തിരുവള്ളൂരിന്റെ ഭാര്യ അവർക്ക് മുന്നില് തലേ രാത്രിയിലെ തണുത്ത ചോറ് വിളമ്പി. उसी समय तिरुवल्लुर ने ऊंचे स्वर में कहा. ആ സമയത്ത് തിരുവള്ളൂർ ഉയർന്ന സ്വരത്തില് പറഞ്ഞു, വാസുകി, ഏ ചാവൽ ബഹുത്ത് ഗരം ഹൈ. വാസുകി, ഈ ചോറ് വളരെ ചൂടുള്ളതാണ്. बिना कुछ कहे पत्नी वहां बैठ गई और पंखा चलाकर चावल को ठंडा करने लगी. ആ സമയത്ത് ഭാര്യ അവിടെ ഇരുന്നിട്ട് വീശറി കൊണ്ട്
ചോർണ വീശി അത് തണുപ്പിക്കാനായിട്ട് ശ്രമിച്ചു. इसी प्रकार दोपहर को इस अतिथि के साथ भोजन करते हुए तिरुवल्लूर ने पत्नी को बुलाकर कहा. അതിനുശേഷം ഉച്ചയ്ക്കും ഈ അതിഥിയോടൊപ്പം തന്നെ ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇത്തനെ രാത്ത് ഹോ ഗയി, തുമ്നെ ക്യോ ദിയാ നഹി ജലായി, ഇത്രയും രാത്രിയായിട്ടും നീ എന്താണ് വിളക്ക് വയ്ക്കാത്തത്? വാസുകിനെ ദീപ് ജലാക്കർ ഉൻകെ പാസ് രഖ് ദിയ. വാസുകി വിളക്ക് കത്തിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അബ് യുവക് ബോല. ഇപ്പോ യുവാവ് പറഞ്ഞു, മഹാത്മൻ മുझे अपने प्रश्न का उत्तर मिल गया. എനിക്ക് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. इसमें संदेह नहीं कि पत्नी का होना उनके न होने से अच्छा है. ഭാര്യ ഉള്ളതാണ് നല്ലത്, ഭാര്യ ഇല്ലാത്തതിനേക്കാളും നല്ലത് ഭാര്യ ഉള്ളതാണ്. അഗർ വഹ ആപ്കി പത്നി കെ സമാൻ ആജ്ഞാകാരിണി ഹോ, അവൾ താങ്കളുടെ ഭാര്യയെ പോലെ ആജ്ഞാകാരിണി ആണെങ്കിൽ, അനുസരണയുള്ളത് ആണെങ്കിൽ. तिरुकुरल की यही विशेषता है कि जीवन की हर परिस्थिति के लिए उसमें श्रेष्ठ एवं व्यवहारिक उपदेश दिए गए हैं. തിരുക്കുറളിന്റെ വിശേഷത ഇതാണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും വളരെ നിസ്സാരത്തോടെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഉപദേശം അതിൽ നിന്നും ലഭിക്കുന്നതാണ്. തമിഴ്നാടു की जनता തിരുക്കുറൽ का बड़ा सम्मान करती है. തമിഴ്നാട്ടിലെ ആളുകള് തിരുക്കുറളിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. നമുക്കിനി വാക്കുകളുടെ അർത്ഥം നോക്കാം. രോചക് രസകരമായിട്ടുള്ള, കഹാനി കഥ, യുവക് യുവാവ്, പത്നി ഭാര്യ, കൃപയ ദയവായി, കുച്ചുദേർ കുറച്ചു സമയം, രാത്ത് രാത്രി, ठंड തണുത്ത, ചാവൽ ചോറ്, പരോസ്ന വിളമ്പുക, ഭോജൻ ആഹാരം, അതിഥി അതിഥി തന്നെ, ദിയ വിളക്ക് ദീപം, പാസ് അടുത്ത്, സമ്മാൻ കർണ ബഹുമാനിക്കുക, ദൃഷ്ടാന്ത് ഉദാഹരണം, സന്ദേഹ സംശയം. മൂന്നാമത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. നമുക്ക് ഇതിന്റെ അഭ്യാസമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.